2006 ഏപ്രിൽ 21 പല്ലിശ്ശേരി പള്ളി 111 വർഷം പഴക്കമുള്ള വളരെയധികം ജീർണാവസ്ഥയിലായിരുന്ന പള്ളി പൊളിച്ച് പുതിയ ദേവാലയം പണിയുന്നതിന് വേണ്ടി തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ശിലാകർമ്മം നടത്തിയത്. ദേവാലയത്തിന് ശിലയിട്ട നാൾ മുതൽ ഇടവക ജനം വളരെ പ്രത്യേകമായ രീതിയിൽ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധ കുർബാനയും ജപമാലയും അതുപോലെ തന്നെ സുകൃത ജപങ്ങളും അതുപോലെയും പരിത്യാഗ പ്രവൃത്തികളും കാഴ്ചവെക്കാൻ തുടങ്ങി. അതുവരെ എങ്ങനെയാണ് 163 കുടുംബങ്ങൾ മാത്രമുള്ള ഈ ഇടവകയിലെ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുക എന്ന ചിന്തയും ആകുലതയുമായിരുന്നു ഇടവകക്കാർക്ക്. എന്നാൽ വിശുദ്ധ കുർബാനയും ജപമാലയും അതുപോലെ തന്നെ മറ്റനേകം ആത്മീയ സമർപ്പണങ്ങളും വളരെയധികം വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടെ കാഴ്ചവെച്ച ഇടവകക്കാർക്ക് ആരംഭത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ സാധിച്ചു. ദേവാലയ നിർമ്മാണം ആരംഭിച്ച നാൾ മുതൽ കുടുംബങ്ങളിലും അതുപോലെ തന്നെ ഇടവക പൊതുവിലും ദേവാലയ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാണ് സെപ്റ്റംബർ മാസത്തിലെ 2006 സെപ്റ്റംബറിലെ റോമിൽ വെച്ച് സെപ്റ്റംബർ 17 ഈ ഇടവകയിലെ മഞ്ഞളി ദേവസിച്ചേട്ടൻ്റെയും അന്നച്ചേച്ചിയുടെയും മകൾ ഹെൽബിയുടെ നിത്യവ്രതത്തിൻ്റെ ക്ഷണം എനിക്ക് ലഭിക്കാൻ ഇടയായത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എനിക്ക് വിസ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ അഭിമന്യ പിതാവിൻ്റെയും അതുപോലെയും കുരിയ അംഗങ്ങളുടെയും അനുവാദത്തോടു കൂടെ റോമിലേക്ക് പോകാൻ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. തീർത്തും 20ഓളം ദിവസങ്ങൾ മാത്രമാണ് റോമ യാത്രയുടെ തീരുമാനവും അതുപോലെ തന്നെ റോമിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളുടെ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കുന്നതിന് എനിക്കുണ്ടായിരുന്നത്. സമയപരിധി മൂലം ഒരു കാരണവശാലും സെപ്റ്റംബർ 17 മുൻപ് എനിക്ക് റോമിലെത്താൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ റോമിൽ ബഹുമാനപ്പെട്ട സെയിൻറ്റ് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ക്ലെയർ സന്യാസ സമൂഹത്തിലെ ഒരു സിസ്റ്ററിൻ്റെ നാട്ടിലുള്ള അപ്പച്ചൻ രോഗബാധിതനായി പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ കയ്യിൽ എനിക്കാവശ്യമായ സ്പോൺസർ ലെറ്റർ പെട്ടെന്ന് തന്നെ സിസ്റ്റേഴ്സ് തന്നുവിടുകയും ആ സ്പോൺസർ ലെറ്റർ അനുസരിച്ച് വേണ്ട നടപടികൾ സഭയോട് ചേർന്ന് ഞാൻ നടത്തുകയും ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് സെപ്റ്റംബർ 15 ഫ്ലൈറ്റ് കയറി ബോംബെയിലിറങ്ങി. അപരിചിതനായൊരു വ്യക്തി എൻ്റെ കയ്യിൽ വിസ കൊണ്ടുവന്ന് തന്നു. അവിടെ നിന്ന് ഞാൻ മിലാനിലേക്ക് പുറപ്പെട്ടു. മിലാനിൽ നിന്ന് റോമിലേക്ക് പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി. പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കാനായി മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം അവിടെ നിന്ന് സംഘടിപ്പിക്കണമെന്ന്. പോകുന്ന ദിവസങ്ങൾ അടുത്തടുത്ത് വന്നപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ
ഈ ആഗ്രഹം ഒരു നിർബന്ധ ബുദ്ധിയായി മാറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വളരെയധികം വിലയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കരുതി. എങ്ങനെ ഈ പണം കണ്ടെത്തും? ഞാൻ മനസ്സിൽ കരുതി, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള പണം, ഞാൻ കണക്ക് കൂട്ടിയത് ഏകദേശം 1,20,000-ഓളം രൂപയാണ്. അത് പോകുന്നതിന് മുൻപ് ഏതെങ്കിലും വിധത്തിലൊക്കെ അത് എൻ്റെ കയ്യിൽ വന്ന് ചേരുമെന്ന്. അങ്ങനെ ഇരിക്കെ പോകുന്നതിന് 2-3 ദിവസം മുൻപ് ഈ ഇടവകയിൽ നിന്ന് എലുവത്തിങ്കൽ റാഫേൽ, റോമിൽ ജോലി ചെയ്യുന്ന വ്യക്തി, പള്ളിയുടെ നിർമ്മാണത്തിലേക്കായി 40,000 രൂപയുടെ ചെക്ക് പള്ളിയിലേക്ക് കൊണ്ടുവന്നു തന്നു. അപ്പോൾ കൊണ്ടുവന്നു തന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എന്തു തന്നെയായാലും ഞാൻ റോമിലേക്ക് ചെല്ലുന്നതല്ലേ, അതുകൊണ്ട് ഈ 40,000 രൂപ ഞാനിവിടെ ഇപ്പോൾ കളക്ട് ചെയ്യുന്നില്ല. എനിക്ക് റോമിൽ വരുമ്പോൾ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ അത് എനിക്ക് തന്നാൽ മതി. അപ്പോൾ 40,000 രൂപ കിട്ടിക്കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ നിൽക്കുമ്പോൾ ഇവിടെയുള്ള മറ്റൊരു ഇടവകക്കാരൻ ചെറിയന്മേൽ ഔസേപ്പ് ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഒരു 40,000 രൂപയോളം എനിക്ക് റോമിലേക്ക് പോകുന്നതിന് മുൻപ് തരാമോ? എനിക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വാങ്ങുന്നതിലേക്ക് അത് ചേർക്കാനാണ് എന്ന ചിന്തയിലാണ് ഞാൻ ഔസേപ്പ് ചേട്ടനോട് അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ പണം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ 80,000-ഓളം രൂപയായി. ഇനിയും 40,000-ഓളം രൂപ എൻ്റെ കയ്യിൽ വന്ന് പെടണം. എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ പോകുന്നതിൻ്റെ തലേ രാത്രി ഷാർജയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ചക്രമാക്കൽ ജോസ് ചേട്ടൻ, ബ്രഹ്മകുളം നാട്ടുകാരനാണ്. അദ്ദേഹം എനിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി ഉടനെ തന്നെ ഫോൺ ചെയ്തു, ഞാൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. അദ്ദേഹവും ഭാര്യയും എനിക്ക് ഫോൺ ചെയ്തപ്പോൾ റോമിലേക്ക് പോകുന്നതിൻ്റെ തലേ രാത്രി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ജോസേട്ടന് ആവശ്യമായ വിധത്തിൽ ആതിഥ്യമരുളാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം. ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ജോസേട്ടനെ ഞാൻ നേരിട്ട് വന്ന് കണ്ടുകൊള്ളാം. പക്ഷേ പിറ്റേന്ന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അതിരാവിലെ തന്നെ കാറ് പിടിച്ച് അദ്ദേഹവും ഭാര്യയും ഇവിടേക്ക് പല്ലിശ്ശേരിയിലേക്ക് എന്നെ കാണാൻ വന്നു. ഉടനെ തന്നെ അദ്ദേഹം 43,000 രൂപ എൻ്റെ കയ്യിൽ എടുത്തു തന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. ഞാൻ എൻ്റെ ഉള്ളിൽ നിശ്ചയിച്ചു വെച്ചിരുന്നത് ഇപ്രകാരമാണ്, 1,20,000-ഓളം രൂപ എൻ്റെ കയ്യിൽ വന്ന് പെടുകയാണെങ്കിൽ തിരുസ്വരൂപം ഞാൻ വാങ്ങിക്കൊള്ളാം. പോകുന്ന സമയത്തിന് 2 മണിക്കൂർ മുൻപ് 1,23,000-ഓളം രൂപയോളം എൻ്റെ കയ്യിൽ വന്ന് ചേർന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇത്